ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചേർന്ന് മേഘ ആരാണെന്നുള്ള ആ സത്യം മേഘയോട് തുറന്ന് പറയാണ്. മോളെ മേഘ, നീ നമ്മുടെ മകളല്ല എന്ന് അവളോട് ആ സത്യം തുറന്ന് പറഞ്ഞു. പക്ഷേ മേഘയ്ക്ക് ഈ കാര്യം ആദ്യമേ അറിയാമായിരുന്നു. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്കിലും അവൾ പറയാണ്, ആ വീട്ടിൽ നിന്നും പുറത്ത് പോകേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഈ കാര്യം ആരോടും പറയില്ല എന്നെനിക്ക് സത്യം ചെയ്തു തരണം എന്ന്. ഞങ്ങളുടെ മകൾ ഞങ്ങളെ തേടി വന്നാലും നീ ഞങ്ങളുടെ മകളല്ലെന്നുള്ള സത്യം ഞങ്ങൾ ആരോടും പറയില്ല. ഈ വീട്ടിലുള്ള ആരോടും ഞങ്ങൾ പറയില്ല എന്ന് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്. മേഘ പിന്നെ കൈനീട്ടിയിട്ട് പറയാണ്, എങ്കിൽ അമ്മ എനിക്ക് സത്യം ചെയ്തു തരൂ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. അപ്പം തന്നെ മേഘയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് മുത്തശ്ശിയല്ല, ലക്ഷ്മി സത്യം ചെയ്തു കൊടുക്കുകയാണ്. സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളിൽ നിന്നുള്ള കാര്യം ഞങ്ങൾ ആരോടും പറയില്ല. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം നീ ഞങ്ങളുടെ മോള് തന്നെയായിരിക്കും. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ മഹേന്ദ്ര സാറിന് എങ്ങനെ പറയാതിരിക്കും എന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കുകയാണ്. ലക്ഷ്മിക്ക് മേഘയെ ഒറ്റപ്പെടുത്തുന്നതിൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ ലക്ഷ്മി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചേർത്ത് പിടിക്കുകയാണ്. ലക്ഷ്മി അവളെ തഴുകുകയും തലോട് ഉമ്മോടുക്കുകയും ഒക്കെ ചെയ്ത് അതിനുശേഷം മേഘ പറയാണ്, ഒരുപാട് നന്ദിയുണ്ടമ്മേ. നിങ്ങൾ എന്നെ അവഗണിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഇല്ല മേഘ, അങ്ങനൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴായാലും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ്. എന്തെന്നാൽ നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ല, അത്രയുള്ള വ്യത്യാസം. ഈ കാര്യം മാലതി മുത്തശ്ശി പോലും അറിയരുത് എന്ന് മേഘയോട് ലക്ഷ്മി പറയാണ്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരിയമ്മേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സന്തോഷമായിട്ടിരിക്കും. പ്രിയയെ നന്നായിട്ട് നോക്ക്, അവളെ നന്നായിട്ട് പഠിപ്പിക്കേ. നീ എങ്ങനെ ഞങ്ങളുടെ മകളാണോ അതുപോലെ തന്നെ പ്രിയയും ഞങ്ങളുടെ ചെറുമകളാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല. എപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കും മുൻഗണന. മേഘയോടുള്ള ആ സ്നേഹം കാരണം ലക്ഷ്മി വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുകയും ഉമ്മോടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയണം, വാ, സാറില്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് കരുതി. എന്തായാലും ഭാഗ്യം, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നെ കാണിക്കുന്നത് മനീഷ് ചിന്തിക്കുന്നതാണ്. മനീഷിനോട് മേഘ പറഞ്ഞ വാക്കുകളൊക്കെ. എൻ്റെ വിവാഹം കഴിഞ്ഞു. ചന്ദ്രിക പറഞ്ഞ വാക്കും ഓർക്കാണ്. മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് പറഞ്ഞത്. മനീഷ് തന്നെ ചിന്തിക്കുകയാണ്, മേഘ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട്. അവളുടെ ഒളിച്ചുകളി കാണുമ്പോൾ പ്രിയ എൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. എന്തിനാ മേഘ എന്നോട് സത്യം മറക്കുന്നത്? എന്നെ ജീവനെ പോലെ സ്നേഹിച്ചവൾ എന്തിനായിരിക്കും ഇപ്പോൾ കള്ളം പറയുന്നത്? മേഘ ഫോൺ എടുത്തിട്ട് മനീഷിനെ വിളിക്കുകയാണ്. ഹലോ, മനീഷ്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഒരു മിനിറ്റ് എൻ്റെ ക്യാബിലേക്ക് ഒന്ന് വരാമോ? ഇപ്പോൾ വരാം. നിൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഊരാൻ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? ഞാനത് കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ ഓർമ്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ നീ അതിട്ടിരിക്കുന്നത്? എൻ്റെ മാല ഉരുത്താ. നീ എനിക്ക് തന്ന മാല വെറും ഒരു വസ്തുവായാണ് കാണുന്നത്. എന്നാൽ നീ അത് എനിക്ക് തന്ന സ്നേഹമായിട്ടാണ് കാണുന്നത്. നീ കൂടെയില്ലായിരുന്ന ഇത്രയും കാലം ഇതായിരുന്നു എൻ്റെ ഒരേ ഒരു ആശ്വാസം. ഈ മാല ഞാൻ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ കഴുത്തിൽ നിന്നും ഊരാൻ പോകുന്നില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇതെൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. നിനക്കെന്താ മനീഷ്, വട്ടാണോ? നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് ഇപ്പോഴും ഞാൻ തന്ന മാലയും കൊണ്ട് എന്നെ ശല്യം ചെയ്യാണോ? മര്യാദയ്ക്ക് ആ മാല ഊരി തന്നിട്ട് പോ. ഇല്ല, ഞാനത് തരില്ല. നീ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചു. നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. ആ ആക്സിഡൻറ്റിന് ശേഷം നീ എന്താ ഇങ്ങനെ മാറിയത്? വിവരമില്ലാത്ത ഓരോന്നും പറയരുത്. ഞാൻ പഴയതൊക്കെ മറന്ന് മറ്റൊരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ആരെയും വിവാഹം കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തിനോ വേണ്ടി നീ എന്നെ അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ തന്നെ മേഘ അവിടെ നിന്ന് എണീറ്റു. ഇതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ, എന്നിട്ട് ഞാൻ പുറത്തു പോകാം. പ്രിയയുടെ അച്ഛൻ ആരാ? പറയ്, പ്രിയയുടെ അച്ഛൻ ആരാ? മേഘ അപ്പം തന്നെ കൈ ഉയർത്തി മനീഷിൻ്റെ ചെകിട്ടത്തൊന്ന് നന്നായിട്ട് കൊടുത്തു. റെഡി റാസ്കൾ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്? എൻ്റെ ക്യാബിനിൽ തന്നെ വന്നിട്ട് എന്നോട് ചോദ്യം ചെയ്യുന്നോ? അപ്പോഴാണ് ആ ക്യാബിനിലേക്ക് സിദ്ധു കയറി വരുന്നത്. അപ്പോൾ സിദ്ധു രണ്ടുപേരെയും ഒരുമാതിരി ഷോക്കടിച്ചതുപോലെ നിൽക്കുന്ന കണ്ടിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് സിദ്ധു. അപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ മേഘ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മനീഷും ഒന്ന് സിദ്ധുവിനെ നോക്കി ചിരിച്ചു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് മുഖം ഒന്ന് തടവിയിട്ട് മനീഷ് പോകാൻ തിരിഞ്ഞു.
അപ്പോൾ സിദ്ധു എന്തോ മനസ്സിലാക്കിയെന്നാണോ പറയാണ്. എന്താ മനീഷ്, മേഘ എന്തോ കാര്യമായിട്ട് തന്നെന്ന് തോന്നുന്നല്ലോ. ഏയ് സാർ, മേഘ ഇത്രയും സമയം എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു താങ്ക്സ് പറഞ്ഞത്. ഈ ഓഫീസിൽ ആദ്യമായിട്ട് നല്ല പേര് വാങ്ങുന്നത് നിങ്ങളായിരിക്കും മനീഷ്, അതും മേഘയുടെ കയ്യിൽ നിന്ന്. ഏയ് സാർ, മേഘ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്രിഷ്യേറ്റ് വാങ്ങാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം. കയറി ഓൺ. മനീഷ് പിന്നെ അവിടെ നിന്നില്ല, ഒന്ന് മേഘയെ നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാണ്. മേഘ സിദ്ധു എല്ലാം കണ്ട സ്ഥിതിക്ക് ഒരു പരിങ്ങലോടുകൂടി അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചന്ദ്രികയാണ് കാണിക്കുന്നത്. ചന്ദ്രിക റോഡ് സൈഡിൽ നിന്നിട്ടാണുള്ളത്. അപ്പോൾ അവിടെ ഗീത വന്നിട്ട് പറയാണ്, എന്താ ചന്ദ്രികയെ, നീ എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത്? അനു വന്നില്ലേ? ഇല്ല, ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, ഇതുവരെ എത്തിയിട്ടില്ല. വളയും കാത്ത് നിൽക്കുക ഞാൻ. ശരി, ഓക്കെ, ബായ്. ചന്ദ്രിക അനുവിനെ കുറച്ച് സമയമായിട്ട് കാത്തു നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ അനു ഇതെവിടെ പോയി കിടക്കുന്നു? കോളേജിലെത്താൻ ഇത്രയും താമസമോ? ക്ലാസ്സിന് സമയമായല്ലോ. ശരി, ഇനി വരുമ്പോൾ വരട്ടെ, ക്ലാസ്സിലേക്ക് പോവാ എന്ന് പറഞ്ഞ് ചന്ദ്രിക തിരിഞ്ഞടന്നു. അപ്പോഴാണ് കാറ് വരുന്ന ശബ്ദം ചന്ദ്രിക കേൾക്കുന്നത്. അപ്പോൾ ചന്ദ്രിക അവിടെ നിൽക്കുകയാണ്. അത് സിദ്ധു സാറിൻ്റെ കാറാണല്ലോ. സാറെന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേ? അപ്പോഴാണ് ഒരു ഭാഗത്തുനിന്ന് അനു ഒരു ഭാഗത്തുനിന്ന് സിദ്ധുവും ഇറങ്ങുന്നത് കാണുന്നത് ചന്ദ്രിക. ബൈ സിദ്ധു. ആ ബൈ. ഇതെന്താ, സിദ്ധു സാറിൻ്റെ കാറിൽ നിന്നും അനു ഇറങ്ങുന്നു? അനു ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ്, സോറി ചന്ദ്രികയെ, ഒരുപാട് ലൈറ്റായി. ഇത് ഒന്നും അറിയാത്ത വണ്ടീൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്താ ലൈറ്റായെന്ന് ചോദിക്കുന്നില്ലേ? എന്താ അനു ലൈറ്റായേ? എന്ന വഴിക്ക് സിദ്ധു സാർ എന്നെ കണ്ടു. കോഫി കുടിക്കാമോ എന്ന് ചോദിച്ചു. ഉടനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കോഫി ഷോപ്പിൽ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ലെന്നേ, അതാ ലേറ്റായത്. രണ്ടുപേരും പരസ്പരം കളിയാക്കുവാണ് ചന്ദ്രികയെ. വീണ്ടും സിദ്ധു പറയാണ്, അനു, എനിക്ക് ഓഫീസിൽ പോകാൻ ലൈറ്റായി, ഞാൻ പോട്ടെ. ബായ്. ബായ് സാർ. സോറി ചന്ദ്രികയെ, ഞാൻ പറയാൻ മറന്നുപോയി. ബായ്. നീ എന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി പോയത്? അതെന്താ? ഞങ്ങൾക്ക് ഒരുമിച്ച് കോഫി കുടിക്കാൻ പോകാൻ പാടില്ലേ? നീ ചെയ്യുന്നതൊന്നും തീരെ ശരിയല്ല. ഇനി ഞാനെന്താടി ഇപ്പോൾ തെറ്റ് ചെയ്തേ? അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയതല്ലേ ഉള്ളൂ. നോക്ക് ചന്ദ്രികയെ, നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊന്നുമില്ല, കല്യാണം കഴിക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ആരെ കണ്ട് ഇടപഴകിയാലും നിനക്കെന്താ? നീ ഇത് ക്യാഷ്വലായിട്ട് എടുക്കേണ്ടതല്ലേ? ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനോടൊപ്പം പുറത്തു പോകുന്നതും കറങ്ങി നടക്കുന്നതും തെറ്റാ. നീ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുന്നുണ്ട്. സിറ്റിയിലുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല ചന്ദ്രികയെ. വിവാഹത്തിന് മുമ്പ് നന്നായി സംസാരിച്ച് ഇടപഴകി പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടാലേ അയാളെ വിവാഹം കഴിക്കൂ. അല്ലെങ്കിൽ പിന്നെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒരു ഫ്രണ്ടായിട്ട് അങ്ങ് തിരിച്ചു പോകും. നീ അതൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കുക? ശരി, വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. വീണ്ടും പോകുന്ന വഴിയിൽ ചന്ദ്രിക ചിന്തിക്കുകയാണ്, ഇവളുടെ കൂടെ എന്തിനാ സിദ്ധു സാർ കോഫി കുടിക്കാനൊക്കെ പോയത്? പിന്നെ മേഘയുടെ ചന്ദ്രൻ അച്ഛൻ മേഘയും കാത്ത് പാർക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ മേഘയെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. മേഘയെ കാണാൻ അദ്ദേഹം ഫോണെടുത്ത് വിളിക്കുകയാണ് മേഘയെ. മേഘ, പറയച്ചാ, ഞാനിവിടെ പാർക്കിൽ നിന്നെയും കാത്ത് നിൽക്കുക. ഇവിടെ നിൽക്കച്ചാ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ശരി മോളെ. മേഘ അച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മോളെ എന്താ മോളെ, എന്താ കാര്യം മേഘ? വരൂ അച്ഛാ, അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. മേഘ പിന്നെ നന്നായിട്ട് കരയാണ് അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മേഘ എന്താ മോളെ കാര്യം? എന്തിനാ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും അച്ഛനോട് പറ മോളെ. എന്താണോ നടക്കാൻ പാടില്ലാത്തത് അത് നടന്നു അച്ഛാ. എന്താ മോളെ നീ പറയുന്നേ? അതേ അച്ഛാ, ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളിൽ നിന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇന്നലെ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറഞ്ഞു അച്ഛാ. എന്താ പറഞ്ഞേ? നീ അവളുടെ മകളല്ലെന്ന് അവർ തന്നെ നിന്നോട് പറഞ്ഞോ? അതെ അച്ഛാ, ഏത് കാര്യമാണോ അവർ അറിയരുതെന്ന് ഇത്രയും കാലം വിചാരിച്ചത്, ആ കാര്യം തന്നെ അവർ അറിഞ്ഞു. ഞാനിനി ചോദിക്കുന്നതെല്ലാം അവരിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. എനിക്ക് ജീവിതം തന്നെ മടുത്തു അച്ഛാ. മേഘ, നീ അവരുടെ മകളല്ലെങ്കിലും നിന്നെ വേറെ ആളായിട്ട് കരുതി ഇറക്കി വിടുവോ? അങ്ങനെയൊന്നും നടക്കില്ല മോളെ. എന്നോടവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നീ അവരുടെ അവകാശിയല്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നിന്നെ അവർ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുവൊന്നുമില്ല മോളെ. ശരിയാണച്ചാ, ചന്ദ്രികയാണ് അവരുടെ യഥാർത്ഥ മകൾ എന്ന് അറിയുന്നത് വരെ യാതൊരു പ്രശ്നവുമില്ല. ചന്ദ്രികയാണ് മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നോട് ആ വീട് വിട്ടു പോവാൻ പറയില്ലേ? അതേ മോളെ, അങ്ങനെ നടക്കാനും സാധ്യതയുണ്ട്. ചന്ദ്രികയാണ് മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഒരു ജോലിക്കാരൻ പോലും പിന്നെ എന്നെ ബഹുമാനിക്കില്ല.
മാത്രമല്ല ആ ചന്ദ്രികയുടെ മുൻപിൽ ഞാൻ തലകുനിച്ച് നിൽക്കണം. ഒന്നും നടക്കാതെ എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചന്ദ്രികയാണ് മകളെന്ന് മഹേന്ദ്രനും ലക്ഷ്മിയും അവസാന നിമിഷം വരെ അറിയരുത്. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ചാപ്റ്റർ ക്ലോസ് ആവും. ഇതിനു മുമ്പായി ചന്ദ്രികയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. ആ വീട്ടിൽ നിന്ന് മാത്രമല്ല മോളെ, ഈ ലോകത്തിൽ നിന്ന് തന്നെ അവളെ പറഞ്ഞയക്കണം. അവൾ ജീവനോടെ ഇരുന്നാൽ എന്നും നിനക്ക് പ്രശ്നം തന്നെയായിരിക്കും. നീ വിഷമിക്കാതിരിക്കും മോളെ. അവളുടെ കഥ ഞാൻ തന്നെ അവസാനിപ്പിക്കും. വേണ്ടച്ചാ, ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ആ പാവം കൂടി എൻ്റെ തലയിലാക്കരുത്. എങ്ങനെയെങ്കിലും കണ്ണെത്താ ദൂരത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. ഈ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ സിദ്ധു എന്നെ വിവാഹം കഴിക്കണം. സിദ്ധു എന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്നും ആരെ കൊണ്ടും പുറത്താക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും. സിദ്ധു എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചന്ദ്രിക ഇല്ലെങ്കിൽ സിദ്ധു എന്നെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കും. ശരി, നീ വിഷമിക്കണ്ട മോളെ. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യാം മോളെ. ശരി, എന്നാൽ ഞാൻ പോകുന്ന അച്ഛാ. ശരി മോളെ, നീ ധൈര്യമായിട്ട് പോടും. ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. വീണ്ടും തിരിച്ചു വന്നിട്ട് മേഘ പറയാണ്, അച്ഛാ, ഒന്ന് മാത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇന്ന് ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്ന് അവർക്ക് മനസ്സിലായോ? ഇന്ന് മുതൽ ആ വീട്ടിലുള്ള അധികാരം എനിക്ക് നഷ്ടപ്പെട്ടെന്നർത്ഥം. ഞാൻ ആ വീട്ടിൽ വീണ്ടും അധികാരത്തോടെ ഇരിക്കണമെങ്കിൽ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കണം. സിദ്ധാർത്ഥിനെ ഞാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ മരുമകളായി ആ വീട്ടിൽ എനിക്ക് അവകാശത്തോടെ കഴിയാൻ പറ്റൂ. നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാം മോളെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി അച്ഛാ, പോയിട്ട് വാ മോളെ. മേഘ വണ്ടിയിൽ കയറിയിട്ട് പോയി. അപ്പോൾ ചന്ദ്രനച്ഛൻ അവിടെ തന്നെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന ഭാഗം അനു ചന്ദ്രികയോട് പറയാണ്, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്തേ? ഇതോ നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ചന്ദ്രിക പെട്ടെന്ന് തന്നെ സിദ്ധുവിൻ്റെ ക്യാബിനിലേക്ക് പോയിട്ട് പറയാണ്, നാളെ സിദ്ധു സാർ അനുവിനെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ സ്വീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലാണ്. അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ സത്യസന്ധമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.